അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാനിലെ അവസാനത്തെ 10-ലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സാധാരണ ചോദിക്കപ്പെടാറുള്ള ഒരു ചോദ്യമാണ് ഈ സമയത്ത്, ഇമാമിന്റെ കൂടെ 8 റക്അത്ത് നമസ്കരിച്ചിട്ട് വിത്തർ ഒഴിവാക്കിയിട്ട് ഒരാൾ വീട്ടിൽ പോവുകയാണ്. അയാളുടെ ഉദ്ദേശം രാത്രി വീണ്ടും എണീറ്റ് നമസ്കരിക്കണം എന്നാണ്. അപ്പോൾ ഇതിന്റെ വിധി എന്താണ്? സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള ഷെയ്ഖ് സോലിഹ് അൽ ഫൗസാൻ ഹഫിദഹുല്ലാഹ് അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം നൽകിയിട്ടുള്ള ഉത്തരം നമുക്കൊന്ന് കേൾക്കാം. فضيلة الشيخ، بعض الناس يصلي معنا التراويح ولكنه قبل الشفع والوتر يخرج ويترك الشفع والوتر. ചോദ്യതാണ്, ചില ആളുകൾ പള്ളിയിലെ തറാവി നമസ്കരിക്കുന്നു, എന്നിട്ട് ഷഫഉം വിത്റും അഥവാ അവസാനം 3 റക്അത്ത് നമസ്കരിക്കാതെ പുറത്തിറങ്ങുന്നു, വീട്ടിലേക്ക് പോരുന്നു, രാത്രി വീണ്ടും നമസ്കരിക്കാൻ എന്നുള്ള ഉദ്ദേശത്തിൽ. ഇതിന് വിധി എന്താണ്? അദ്ദേഹം നൽകുന്ന ഉത്തരം, هذا خلاف السنة. قال صلى الله عليه وسلم: من قام مع الإمام حتى ينصرف كتب له قيام ليلة، فلا ينصرف حتى ينصرف الإمام إذا كان يريد تمام الأجر من الله عز وجل. അദ്ദേഹം പറഞ്ഞ ഹദ ഖിലാഫു സുന്ന, ഇത് സുന്നത്തിന് വിപരീതമാണ് എന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. അതായത് ഒരാൾ ഇമാമിന്റെ കൂടെ പരിപൂർണമായിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ അത് 1 മണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ ആണെങ്കിലും ഇമാമ് അവസാനിപ്പിക്കുന്നത് വരെ, ഇമാമ് പിരിഞ്ഞു പോകുന്നത് വരെ അയാൾ നമസ്കരിക്കുകയാണെങ്കിൽ അവന് രാത്രി മുഴുവൻ നമസ്കരിച്ചതിന്റെ പ്രതിഫലം കിട്ടും എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. അപ്പൊ ഈ മുഴുവനായിട്ടുള്ള പ്രതിഫലം ഉദ്ദേശിക്കുന്ന ഒരാൾ അയാൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട എന്താണ്? ഇമാമിന്റെ കൂടെ വിത്റും നമസ്കരിച്ചിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്തിയതിനു ശേഷം വീണ്ടും നമസ്കരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അയാൾ എന്താണ് ചെയ്യേണ്ടത്? ഷെയ്ഖ് തുടരുന്നു. وإن كان يريد أنه يقوم آخر الليل يقوم، ولو بعدما أوتر مع الإمام يقوم، ولا يكفي ولا يكرر الوتر مرة ثانية، يكفي الوتر الأول. يعني بعض الناس قد يترك الإمام يقول أنا عندي صلاة في آخر الليل، نعم، أبى أخلي الوتر آخر الليل. هذا خلاف الأفضل. الأفضل أنه يكون مع الإمام حتى ينصرف ويوتر مع الإمام، وإذا قام آخر الليل ما يحتاج إلى وتر آخر. ഷെയ്ഖ് പറഞ്ഞത്, നമ്മൾ വീട്ടിലെത്തിയതിനു ശേഷം വീണ്ടും നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് വീണ്ടും എന്ത് ചെയ്യാം? ഈ വിത്റാക്കി അവസാനിപ്പിച്ചതിന് ശേഷവും വീട്ടിലെത്തിയിട്ട് 2-4 റക്അത്തുകൾ നമസ്കരിക്കാവുന്നതാണ്. പക്ഷേ അയാൾ വീണ്ടും വിത്ർ നമസ്കരിക്കേണ്ടതില്ല. ഒന്നാമത് നിസ്കരിച്ച വിത്ർ തന്നെ മതി, 2 വിത്ർ നമസ്കരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതല്ലാതെ 8 റക്അത്ത് കഴിഞ്ഞിട്ട് നിർത്തി, എനിക്ക് രാത്രി വീണ്ടും നമസ്കരിക്കാനുള്ളതാണ്, ആ സമയത്ത് ഞാൻ വിത്ർ നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇമാമിന്റെ കൂടെയുള്ള വിത്ർ അവസാനിപ്പിച്ചു പോവുക എന്നുള്ളത് ശരിയല്ല.